ഹലോ, അമ്പലത്തിലൊക്കെ പോയി വന്ന് ഡ്രസ്സൊക്കെ മാറി കിച്ചണിലെത്തിയിട്ടുണ്ട് കേട്ടോ. ചായയും പലഹാരമൊക്കെ വേഗം ഉണ്ടാക്കിയിട്ട് പണിക്കാരുണ്ട്, അവർക്ക് കൊടുക്കണം. അവർ നേരത്തെ വരുന്ന ആൾക്കാരാണ്, അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒരു വെറും ചായ കൊടുക്കണം. പിന്നെ അതിന് കഴിഞ്ഞാൽ പിന്നെ ചായയും പലഹാരം കൊടുക്കണം. അപ്പോൾ ഞാൻ വേഗം നോക്കട്ടെ, കാരണം ഇന്ന് ദോശയും ചട്നിയാണ് പലഹാരം, പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ വേഗം അവർക്ക് ചായ കൊടുക്കാൻ നോക്കട്ടെ. അപ്പോൾ ചായ വയ്ക്കട്ടെ. പിന്നെ അമ്പലത്തിൽ രാവിലെ നേരത്തെ ആയതുകൊണ്ട് എന്താണെന്ന് പറയുക, ആളും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം തൊഴുത് പോന്നു, പ്രസാദം കിട്ടി. അപ്പോൾ വേഗം അതും വാങ്ങി വേഗം പോന്നു. ഇപ്പോൾ മോനെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവനും വേഗം പോകണം. അപ്പോൾ അവനുള്ളതും കൂടി വേഗം അതാദ്യം റെഡിയാക്കി കൊടുത്തിട്ട് വേണം പിന്നെ അടുത്തത് നോക്കാൻ. അപ്പോൾ ദോശയ്ക്കുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ. ഞാൻ ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം. കാരണം ഇപ്പോൾ തിരക്കുണ്ട്. കാരണം ഇനിയിപ്പോൾ അധികം നേരം സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ ആവാൻ ബുദ്ധിമുട്ടാവും. പിന്നെ അതൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ടൈം പോകും, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വഴുകും. അപ്പോൾ നമ്മുടെ ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ, എല്ലാവർക്കും കൊടുത്തു, എല്ലാവരും കഴിച്ചു, ഞാനും കഴിച്ചു. ആറ്റുകാൽ പൊങ്കാലയാണല്ലോ, അപ്പോൾ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്യണം. പിന്നെ ഇത് പിറന്നാളും അല്ലേ, അപ്പോൾ വൃത്തി വേണ്ടേ ആദ്യം. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ രണ്ടാമത് അടുക്കളയിൽ കയറിയിട്ടുള്ളത്. കാരണം അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കാതെ നടക്കില്ല. ആദ്യം അത് ചെയ്യണം. സാമ്പാറിനുള്ള പരിപ്പ് വയ്ക്കാം, അത് കഴിഞ്ഞിട്ട് നോക്കെടുത്തത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്ന പരിപ്പ് പെട്ടെന്ന് വെന്തോളല്ലോ. സാമ്പാറൊക്കെ എളുപ്പമുണ്ട്. എല്ലാ കഷ്ണം കൂടി ഒരുമിച്ച് കുക്കറിലാണ് ഇടുക. പരിപ്പട് വെന്ത് ഉടച്ച് കഴിഞ്ഞാൽ പിന്നെ കായോ സാമ്പാറും പൊടി എല്ലാം ഒരുമിച്ചാണ് ഇട്ടിട്ട് പെട്ടെന്ന് പണി കഴിയും. പരിപ്പ് വേവട്ടെ. അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. ഇതൊക്കെ ഇന്നലെ ഉണ്ടയുടെ വാങ്ങിച്ചു വന്നതാണ്. കുറേ സാധനങ്ങൾ വെച്ചിട്ട് പയറ് നല്ല ഫ്രഷ് പയറാണ്, പച്ചപ്പയർ നല്ല ഫ്രഷാണ്. ക്യാരറ്റൊക്കെ എടുക്കാം. മുരിങ്ങാക്കായ് സാമ്പാറിനും വേണം. മുരിങ്ങാക്കായ് നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ, വാങ്ങിയതൊന്നുമല്ല, നമ്മുടെ വീട്ടിലുണ്ട്. കുറേ മുരിങ്ങാമരം കുഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിലൊക്കെ കായുണ്ട്. പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ ആ ട്രേയിൽ അങ്ങനെ വെക്കുന്നതിന് പകരം പിന്നെ കവറിലോ അല്ലെങ്കിൽ ബോക്സുകളിലൊക്കെ ആക്കിയിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ ട്രേയിൽ അങ്ങനെ വെക്കുന്നതിനേക്കാളും കുറച്ച് ദിവസം കൂടി ഫ്രഷായിട്ടിരിക്കും. മറ്റേത് വേഗം ഒരു ഉണക്കം പിടിച്ച മാതിരി ഒരു 3-4 ദിവസം ആകുമ്പോഴേക്ക് തന്നെ ഉണങ്ങിയ പോലെ ഇരിക്കും. അപ്പോൾ അത് ഒരു 2-3-4 ദിവസം കൂടിയൊക്കെ ഫ്രഷായിട്ട് തന്നെ കിട്ടും നമുക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇതൊക്കെ മുറിച്ച് വേഗം റെഡിയാക്കട്ടെ. കഷ്ണം മുറിച്ച് അവർക്ക് 10 മണിക്ക് കഞ്ഞി, 10 മണിക്കല്ല, ഒരു 11 മണി 11:30 ആകുമ്പോൾ കഞ്ഞി കൊടുക്കണം. ചായ കൊടുത്തിട്ടുണ്ട്, രാവിലെ നേരത്തെ വരുന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം നോക്കിയാലേ ആയി കിട്ടുള്ളൂ. ആ വീട്ടിലുള്ള ബാക്കി കഷ്ണങ്ങളും കൂടി എടുത്ത് തന്നെ കേട്ടോ. കായ വേണം. നേന്ത്രക്കായ ഒന്നല്ല കേട്ടോ, ഇത് നമ്മുടെ വീട്ടിലുള്ളൊരു കുഞ്ഞു പോലെയാണ്. അപ്പോൾ ഇതും വന്ന് 2-3 കായ എടുക്കാം, ഇത് മതി. പിന്നെ വേണ്ടത് ഇളവൻ അല്ലെങ്കിൽ കുമ്പളങ്ങ, ഇതെടുക്കാം നമുക്ക് അതിന് പകരം. അപ്പോൾ ഇതും കൂടി ചേന ചേന പുറത്തായിരിക്കുന്നത്, അതൊന്നൊരു കഷ്ണം കൂടി എടുത്തു വേണ്ടിട്ടെ. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം പോയി ഈ കഷ്ണം മുറിച്ചിട്ട് കാണാം. പിന്നെ എല്ലാ കറികളും കൂടി ഒന്നും ഉണ്ടാക്കണ കാണിക്കുന്നില്ല കേട്ടോ, കാരണം എനിക്ക് എല്ലാം ആക്കിയെടുക്കണ്ടേ. അപ്പോൾ 1-2 കറികളൊക്കെ ഉണ്ടാക്കണ കാണിക്കാം, ബാക്കി ഞാൻ സദ്യ വിളമ്പിയിട്ട് കാണിക്കാം. അപ്പോൾ അവിയലിനുള്ള കഷ്ണമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് അരപ്പും കൂടി ഉണ്ടാക്കി വെക്കട്ടെ. അപ്പോൾ അതിനുള്ള തേങ്ങ പൊളിച്ച് വെല്ലണം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വേണം. അപ്പോൾ അവിയലെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം കേട്ടോ. പിന്നെ നമുക്കൊരു മുളകാ പച്ചടി എന്ന് പറയും, അല്ലെങ്കിൽ പുളിയിഞ്ചി എന്നൊക്കെ പറയും. അത് ഏതുവായാലും ഞാൻ ഇഞ്ചി അതിൽ വറുത്തിടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ആ പുളിയും മധുരവും
ഇഞ്ചിയുടെ ടേസ്റ്റും പച്ചമുളക് ഇതൊക്കെ സംഭവം നല്ല ടേസ്റ്റാണ്. എല്ലാ സദ്യക്കും ഉള്ള ഒരു പ്രധാന കറി തന്നെയാണ് പുളിയിഞ്ചി, അല്ലെങ്കിൽ മുളകാ പച്ചടി എന്നൊക്കെ പറയും. അപ്പം അതും കൂടെ ഒന്ന് ഉണ്ടാക്കുന്നുണ്ട്. അത് ഉണ്ടാക്കി വെച്ചാൽ കുറേ ദിവസം ഇരിക്കുമല്ലോ. അപ്പോൾ ശർക്കര കുറേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതെന്തായാലും ഉണ്ടാക്കണം. ഇതൊന്നും ഉണ്ടാക്കാൻ ഇപ്പം നമ്മൾ പറയും പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് എന്നൊക്കെ ചിലവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്ര പാടൊന്നുമില്ല. ഇതെന്താ പുളി കുറച്ച് തിക്കായിട്ട് കലക്കണം എന്ന് മാത്രം, പെട്ടെന്ന് കുറുക്കിയെടുക്കുക. പിന്നെ ശർക്കരയും ഇതും തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ശർക്കര ഇടാം, രണ്ടും ഒരുമിച്ച് കുറുകി വന്നോളും. അത്രയൊക്കെ അതിനൊക്കെ പണിയുള്ളൂ. അപ്പം ഞാൻ ഈ രണ്ട് സംഭവങ്ങളും ചെയ്യുന്ന കാണിക്കുക. മറ്റേ സാമ്പാറൊക്കെ ഇപ്പം ഇന്ന് എപ്പോഴും വെക്കുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ അവിയൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കി കാണിച്ചൊന്നും എനിക്കറിയില്ല. ഏതായാലും എപ്പോഴും കാണിച്ചിട്ടുണ്ടാവും, കുറേ വീഡിയോസ് ആയില്ല, എല്ലാവരും കാണിച്ചിട്ടുണ്ടാവും എന്നാണ് തോന്നണത്. ഏതായാലും അവിയലും കാണിക്കാം. പിന്നെ സേമിയ ഇരിക്കേണ്ട, ചിലപ്പോൾ അതുകൊണ്ടൊരു പായസം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ പയറുകൊണ്ടൊരു തോരനും, പയറിപ്പോൾ കണ്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തോരനും കൂടെ വയ്ക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഞാൻ അവിയലിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ സേമിയത്തിനൊക്കെ ഉള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ പാലും വെള്ളം കൂടി ഒന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചതാണ്. ഒന്നിച്ച് തിളക്കട്ടെ. എന്തായാലും പാലിൽ കുറച്ച് വെള്ളം ചേർക്കണം, അപ്പോഴാണത്, അല്ലെങ്കിൽ വെറും തിക്കായിട്ട് മാറും സേമിയയും കൂടി ഇട്ട് വെക്കും. അപ്പോൾ കുറച്ച് വെള്ളം പാലും കൂടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് റെഡിയായി വരട്ടെ. പരിപാടികളൊക്കെ വേഗം വേഗം കഴിയും. ഞാൻ പണിക്കാർക്കുള്ള കഞ്ഞി കൊടുക്കട്ടെ കേട്ടോ. ചായ കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കഞ്ഞി കൊണ്ടേ കൊടുക്കട്ടെ. കഞ്ഞി കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രശ്നമില്ല, എനിക്ക് എൻ്റെ ജോലികൾ ചെയ്യാമല്ലോ. കുടിക്കാൻ കുറച്ച് വെള്ളം കൂടി കൊണ്ടുവച്ച് കൊടുക്കട്ടെ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നോക്കണ്ട. പിന്നെ ഉണ്ണേട്ടുണ്ടാവുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒക്കെ ഉണ്ണേട്ടുന്നതിൻ്റെ കാര്യം നോക്കി പോയിക്കോളും. എനിക്ക് നടക്കാനുള്ള കാര്യങ്ങൾ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. മറ്റേത് ആളില്ല, ഉണ്ണേട്ടില്ലാത്തപ്പോൾ അവർ എന്തിനൊക്കെ പറയുമ്പോൾ ഇവിടെ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചെറുതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ചിലപ്പോഴൊക്കെ അവിടെ പോയി നോക്കണമൊക്കെ ചിലപ്പോഴൊക്കെ വേണ്ടി വരും, അത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ അതിൻ്റെ തീരെ ആവശ്യമില്ല, ആളുണ്ടാവുകൊണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഭക്ഷണം കൊടുക്കാൻ മാത്രമുള്ള ജോലിയുള്ളൂ. ചോറ് പിന്നെ ഞാൻ ചായ ഇവിടെ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ഞാൻ അപ്പുറത്ത് അടുപ്പിലാണ് കേട്ടോ ചോറ് വെച്ചത്. ചോറും ചുക്കുള്ള അവിടെ വേഗം വെച്ചെടുത്തു. കാരണം അത് ആവണമെങ്കിൽ ചോറ് കുറച്ച് പോരല്ലോ, ഇവർക്ക് കഞ്ഞിയൊക്കെ വേണ്ട. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒന്നായിട്ട് അവിടെ വെച്ചതാണ്. അപ്പോൾ അത് റെഡിയായി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് അവർക്ക് ആവശ്യമുള്ള കഞ്ഞിക്ക് എടുത്തു, ബാക്കിയുള്ളത് ചോറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിയലിനുള്ള കഷ്ണമാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. ചേന, ഇളവൻ, പയറ്, കായ, കയ്പ്പയ്ക്ക, മുരിങ്ങക്കായ, ക്യാരറ്റ്, ബീൻസ്, ഇത്രയും കഷ്ണങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവിയൽ തയ്യാറാക്കാം. ഇനി കുറച്ച് നാളികേരം, പച്ചമുളക്, ജീരകം അത് ചതച്ചതും, പിന്നെ കുറച്ച് തൈരും, ഉപ്പും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളകും നാളികേരം ജീരകം കൂടി ചെറുതായി ഒന്ന് ചതച്ചെടുക്കും. അപ്പോൾ അവിയൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂണൊക്കെ വെള്ളം ചേർത്ത് തളിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയും വെള്ളം കൂടി മതി. അപ്പോൾ ആ വെള്ളം മതി. അപ്പോൾ അത് ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സിമ്മിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. വെള്ളം കൂടുതലായി പോയാൽ കുഴഞ്ഞു പോവും. അപ്പോൾ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവിയൽ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളം കറക്റ്റാണ്. ഇത് വേവുമ്പോഴേക്കും ബാക്കിയുള്ള വെള്ളം കൂടെ വറ്റിക്കോളും. പിന്നെ തൈര് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അര ഗ്ലാസ് തൈര് ഒഴിച്ച് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് നാളികേരത്തിൻ്റെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അവിയലിക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് നാളികേരം, കറിവേപ്പില, പച്ചമുളക്, ജീരകം അത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായി ഒന്ന് ചതച്ചെടുക്കട്ടെ. അപ്പോൾ അവിയലിക്കുള്ള അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തൈരും വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. തൈരും വറ്റി വന്നിട്ടുണ്ട്. ഇനി അരപ്പ് ചേർക്കാം. ഇവിടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് നന്നായി തന്നെ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയിൽ വെളിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ചെറു തീയിലിട്ടിട്ട് ഇളക്കി എടുക്കുക. അപ്പോഴാണ് ശരിക്കും ആ ഒരു രുചി വരുന്നത്. പിന്നെ ഇതെല്ലാം കൂടി പുളിയും ഉപ്പും എല്ലാം കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം പാകത്തിനായി കിട്ടും. നല്ലൊരു ടേസ്റ്റും വരും. അപ്പം ഈ വെളിച്ചെണ്ണ കിടന്നിട്ടൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. മൂക്കാന്ന് പറഞ്ഞാൽ നന്നായി ആ കഷ്ണത്തിൻ്റെയൊക്കെ ആ അരപ്പും ഈ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന അത്ര സമയം നമ്മൾ ചെറു തീയിലിട്ട് ഉടഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കുക. അവിയലുണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ഏറിപ്പോകരുത്. കഷ്ണം വയ്ക്കുമ്പോൾ വെള്ളം തളിച്ച് കൊടുക്കണമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ കിടന്ന കഷ്ണത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ വെള്ളം കൊണ്ട് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മളെ കഷ്ണം ഉടഞ്ഞു പോവില്ല. അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ശരിക്കും ടേസ്റ്റുള്ളൊരു അവിയലായിട്ട് മാറുന്നത്. അപ്പോൾ ചെറുതീയിൽ കിടന്നിട്ട് ഒന്ന് ഡ്രൈ ആവട്ടെ. അപ്പോൾ തീയൊക്കെ ഓഫാക്കി. അപ്പോൾ അവിയൽ റെഡി ആയിട്ട് അപ്പോൾ നമ്മളൊരു പുളിയിഞ്ചിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. പുളിഞ്ഞി ശർക്കരയും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ട് കുറുക്കാൻ വെച്ചതാണ്. ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉഴുന്ന്, എള്ള്, കടുക് ഈ 3 സാധനം പൊടിച്ചത് ചേർക്കുക. ഉഴുന്ന് വറുത്ത് പൊടിക്കണം കേട്ടോ. മറ്റേത് എള്ളും വറുക്കണം. പിന്നെ കടുക് പച്ചയ്ക്ക് പൊടിച്ചിടുക. പിന്നെ ഇഞ്ചി, പച്ചമുളകും കറിവേപ്പിലയും കടുകും കൂടെ ഒരു വറവും ചേർക്കുക. ആവശ്യത്തിന് മധുരം ഉണ്ടോയെന്നൊക്കെ നോക്കുക. ഉപ്പും ഒക്കെ കറക്റ്റ് ആവണം. മധുരമാണ് മുന്നിട്ട് നിൽക്കേണ്ട, ഉപ്പല്ല. അപ്പോൾ കറക്റ്റായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് വറവ് ചേർക്കുക, പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. വറവിടാനുള്ള ഉഴുന്ന് പരിപ്പ് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുക്, പച്ചമുളക്, കറിവേപ്പില ഇതാണ് പുളിയിഞ്ചിയിലേക്ക് വറവ് ചേർക്കുന്നത്. പിന്നെ ഉഴുന്നും കടുകും എള്ളും കൂടെ പൊടിച്ച് ചേർക്കും ചെയ്യും. അപ്പോൾ അത് മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്, ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിറന്നാൾ സദ്യ റെഡി ആയിട്ടുണ്ട്. ചോറ്, സാമ്പാർ, പയർ കൊണ്ട് തോരൻ, പുളിയിഞ്ചി, പപ്പടം, അവിയൽ, കണ്ണിമാങ്ങ അച്ചാർ, സാലഡ്, കഠിന പായസം, ഇനി സേമിയ പായസം കൂടെ ഉണ്ട്, അതും കൂടെ കാണിക്കാം. അപ്പോൾ സേമിയ പായസം. അപ്പോൾ ഇത്രയാണ് എൻ്റെ പിറന്നാളിൻ്റെ വിഭവങ്ങൾ. ഉണ്ണേട്ടനും ഞാനും എനിക്ക് കഴിക്കാനുള്ളത് വിളമ്പി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 പേര് തന്നെ ഉള്ളൂ കേട്ടോ സദ്യക്ക്.